ഫിലിം സ്റ്റാർസിനെ അവർ പോലും അറിയാതെ ഡിവോഴ്സ് ആക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പുതിയ ഇരയായിരിക്കുന്നത് IV ശശിയും സീമയുമാണ്. 37 വർഷത്തെ ദാമ്പത്യത്തിന് വിരാമമിട്ട് ഇരുവരും പിരിയുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച സത്യാവസ്ഥ അറിയാൻ ഒരു ഓൺലൈൻ മാധ്യമം IV ശശിയുടെ നമ്പറിൽ ബന്ധപ്പെട്ടു. ഫോൺ എടുത്തത് ഭാര്യ സീമയും. സംഗതി പറഞ്ഞപ്പോ സീമ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഫോൺ IV ശശിക്ക് നൽകിയെന്നും മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നായിരുന്നു IV ശശിയുടെ മറുപടി. എന്തൊരു വിഡിത്തമാണിത്! ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഇനിയാണ് വിവാഹമോചനം. ഇത്തരം മനോരോഗികളെ അവഗണിക്കുക വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നീണ്ട 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 3 ഭാഷകളിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ IV ശശി. ബേണിംഗ് ബെൽ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ മലയാളത്തിലെ കാസ്റ്റിംഗ് പൂർത്തിയായിട്ട് വരുന്നതേ ഉള്ളൂ. ഏറ്റവും ഒടുവിലായിട്ട് നടി കനിഹയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഡിവോഴ്സിന് ഇരയായത്. സീരിയലിൽ നിന്നോ സിനിമയിൽ നിന്നോ കുറച്ചുനാൾ കാണാതായാൽ തന്നെ നടിയുടെ കുടുംബജീവിതത്തിൽ എന്തോ പ്രശ്നമാണ് എന്ന രീതിയിലാണ് ഗോസിപ്പുകൾ പരക്കുന്നത്. അത്തരത്തിലൊരു ആരോപണം നേരിട്ട നടിയാണ് ചന്ദ്ര ലക്ഷ്മൺ. ഒരു കാലത്ത് മലയാള സീരിയലുകളിൽ നിറഞ്ഞു നിന്ന താരമാണ് ചന്ദ്ര. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങൾക്കൊപ്പം സിനിമയിലും ചന്ദ്ര സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ചന്ദ്ര വിവാഹിതയായെന്നും ഭർത്താവിനൊപ്പം അമേരിക്കയിലേക്ക് പോയെന്നും ഒരിടയ്ക്ക് വാർത്തയുണ്ടായിരുന്നു. ഭർത്താവിന്റെ എതിർപ്പിനെ തുടർന്നാണ് അഭിനയം തുടരാതിരുന്നത് എന്നാണ് കേട്ടത്. എന്നാൽ ചന്ദ്ര ലക്ഷ്മൺ എവിടെയും പോയിട്ടില്ല. തന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്ത ചന്ദ്രയും സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിഞ്ഞത്. പറയുന്നവർ പറയട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കുകയായിരുന്നു അത്രേ. താരം ഇപ്പോൾ ടെലിവിഷൻ സീരിയൽ ലോകത്ത് തിരക്കിലാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ചന്ദ്ര സിനിമയിലെത്തിയത്. കുടുംബത്തിൽ ആരും സിനിമാ ഫീൽഡിലില്ല. എന്നിട്ടും കാക്കി, ചക്രം, സ്റ്റോപ്പ്, വയലൻസ് എന്നീ ചിത്രങ്ങളിൽ പൃഥ്വിരാജിനൊപ്പം അഭിനയിച്ചു. കുറച്ച് സിനിമകൾ ചെയ്തതിനു ശേഷം സ്വന്തം എന്ന സീരിയലിലൂടെ മിനി സ്ക്രീനിലും എത്തി. സാന്ദ്ര നെല്ലിക്കാടൻ എന്ന നെഗറ്റീവ് വേഷം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. അതോടെ പൂർണ്ണമായും കക്ഷി സീരിയലിൽ ശ്രദ്ധ കൊടുക്കുകയായിരുന്നു. ഇപ്പോ ചന്ദ്ര തമിഴ് സീരിയലിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. തമിഴിൽ ഓരോ സീരിയലിലും തീരാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് ചന്ദ്ര പറയുന്നത്. കോലങ്ങൾ എന്ന സീരിയൽ 8 വർഷം എടുത്തത്രേ തീരാൻ. അതുകൊണ്ടാണ് മലയാളത്തിൽ കാണാതിരുന്നതെന്നും ചന്ദ്ര പറയുന്നു.